KMCC എന്ന ആരെയും അത്ഭുതപ്പെടുത്തുന്ന മഹത്തായ സേവനങ്ങളുടെ ഒരു ദീർഘകാല ചരിത്രം അത് കേവലം വാർത്തകളിലോ ചിത്രങ്ങളിലോ അല്ലെങ്കിൽ ചില സുഖസമൃദ്ധമായ സന്ദർഭങ്ങളിലോ മാത്രമല്ല, വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ മണ്ണിലിറങ്ങി മരണത്തെ മുന്നിൽ കണ്ട് ജീവൻ പണയം വെച്ച് സ്വന്തം സമയവും സമ്പത്തും വിശ്വാസവും എല്ലാം കൂടി ചേർത്ത് വെച്ച് മുസ്ലിം ലീഗിൻ്റെ കരുതലോടെ അതിൻ്റെ പിന്തുണയിൽ വളരെ മഹത്തായ സേവനങ്ങൾ ചെയ്തു പോരുന്ന ഒരു കൂട്ടായ്മയാണ് KMCC. ഞാൻ അവരുടെ അബുദാബിയിലെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് റിയാദിൽ പോയപ്പോൾ ഒരു ഹ്രസ്വ സന്ദർശനം റിയാദ് KMCCയിൽ നടത്തുകയുണ്ടായി. എന്നെ ഇഫ്താർ മീറ്റിന് ഈ ഓൾ ഇന്ത്യ KMCC ബാംഗ്ലൂർ അവിടെ നിന്ന് ക്ഷണിച്ചു പോയപ്പോൾ നമ്മൾ സാധാരണ പ്രതീക്ഷിച്ചത് നാട്ടിലെ ഒരു സ്വാഭാവികമായ രീതിയിൽ ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിന് വേണ്ടി, വെറുതെ ഒരു എൻഗേജ്മെൻറ്റിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു പേരിനും പ്രസക്തിക്കും പെരുമയ്ക്കുമൊക്കെ വേണ്ടി ചിലരെയൊക്കെ രാഷ്ട്രീയമായി ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഉണ്ടാക്കിയ ഒരു കൂട്ടമാകും എന്ന് കരുതിയാണ് ഞാൻ അവിടേക്ക് പോയത്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഞാൻ അവിടെ കണ്ടത് അവരുടെ സ്ഥാപനങ്ങളുടെ ആ ജോഗ്രഫിക്കൽ പൊസിഷനിങ്, അതിനുവേണ്ടി അവരെടുത്ത എഫേർട്ടുകൾ, അതിപ്പോൾ എത്തി നിൽക്കുന്ന ഒരു പ്രസക്തമായ സാഹചര്യം, ഇതൊക്കെ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. അതുകൊണ്ടാണ് 5000-ഓളം മനുഷ്യർ പങ്കെടുത്ത കർണാടകയിലെ വളരെ പ്രസക്തരായ രാഷ്ട്രീയ നേതാക്കളും നിംഹാൻസിലെയൊക്കെ ദൈവത്തിൻ്റെ കൈകൾ അത്തരം മനസ്സും ഭാവവുമൊക്കെ നൽകിയിട്ടുള്ള ഡോക്ടർമാരുമൊക്കെ അടങ്ങുന്ന വലിയ ഒരു സമൂഹത്തെ സാക്ഷിയാക്കിയ ആ വേദിയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഞാൻ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന, മനുഷ്യൻ ചേർന്ന് നിൽക്കുന്ന, മനുഷ്യൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന, മനുഷ്യൻ്റെ ആവശ്യങ്ങളെ ബഹുമാനിക്കുന്ന, അംഗീകരിക്കുന്ന ഒരു പൊതുധാര, അത് സംഘടനകൾക്ക് വിരുദ്ധമായി, വ്യത്യസ്തമായ ചിന്താഗതികൾക്ക് അതീതമായി ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരാഗ്രഹവും ഒരാശയവും. ഒരു 2 വർഷക്കാലമേ ആയിട്ടുള്ളൂ ഞാൻ സാദിഖ് അലി ശിഹാബ് തങ്ങളെ പരിചയപ്പെട്ടിട്ട്. ഞാനൊരു മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനോ മെമ്പർഷിപ്പ് എടുത്ത ആളോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു ഗുണഭോക്താവോ ഒന്നുമല്ല ഇതുവരെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ സൗമ്യമായ ചിരിയിൽ, സൗമ്യമായ ഇടപെടൽ, അദ്ദേഹത്തിൻ്റെ ഒരു നേതൃപരമായ ഇടപെടൽ, അത്തരം ഇടപെടലുകൾ അസ്വസ്ഥതപ്പെടുത്തുന്ന മനുഷ്യർക്ക് ആ താല്പര്യങ്ങൾക്കെതിരെ സംരക്ഷിക്കാൻ എനിക്ക് മറ്റൊന്നും ആഗ്രഹമില്ലാത്തതുകൊണ്ട്, വേറെന്തെങ്കിലും ലാഭം വേണ്ടാത്തതുകൊണ്ട്, എവിടെയെങ്കിലും ഇലക്ഷന് മത്സരിക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് അത്രയും ഉറക്കെ പറയാൻ എനിക്ക് കഴിയുമെന്നുള്ള ആ ആർജവമാണ്, ആ തൻ്റെ ഇടമാണ് ഞാൻ പലപ്പോഴും എൻ്റെ വാക്കുകളായി, എൻ്റെ ഭാഷയായി ഞാൻ നിങ്ങളോട് സംസാരിക്കാറുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഞാനിവിടെ എത്തിയത്. ഈ രാത്രി ഞാനിവിടെ എത്തി KMCCയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഞാൻ അവരോട് കുറേ സമയം സംസാരിക്കുകയുണ്ടായി. ഇന്ന് രാവിലെയും അല്പനേരമൊക്കെ സംസാരിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ ബാംഗ്ലൂർ KMCCയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ, അവരുടെ പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ, അവരുടെ സേവനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ, ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ആവശ്യം മുതൽ അവസാന യാത്രയ്ക്ക് ഒരുങ്ങുന്ന മയ്യത്ത് പരിപാലനം അടക്കമുള്ള സംഗതികൾ കണ്ടപ്പോൾ എനിക്ക് അതേ ചിന്താഗതി ഈ ബാംഗ്ലൂർ KMCC എന്ന് പറയുന്ന ആ വലിയ ഒരു മഹത്തായ ദൗത്യത്തിനെ കുറിച്ച് തോന്നി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. നിങ്ങൾ ഇതിനെ കണ്ണുകൾ കൊണ്ടാണ് നോക്കുന്നതെങ്കിൽ KMCC എന്ന 4 അക്ഷരങ്ങൾ കാണാം. നിങ്ങൾ അതിനെ ബുദ്ധി കൊണ്ടാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്കതിനുള്ളിൽ കുറേ മനുഷ്യരുടെ ആശയങ്ങൾ കാണാം. നിങ്ങൾക്കതിൽ കുറേ മനുഷ്യരുടെ വ്യത്യസ്തമായ ചിന്തകൾ കാണാം, സ്വപ്നങ്ങൾ കാണാം. നിങ്ങൾ ഹൃദയം കൊണ്ടാണ് നിങ്ങൾ KMCC എന്ന് പറയുന്ന ഈ ആശയത്തെ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്കതിനുള്ളിൽ ഏറ്റവും ഹൃദയാനുരാഗത്തോടെ, ഏറ്റവും ഇഷ്ടത്തോടെ, ഏറ്റവും വലിയ സമർപ്പണത്തോടുകൂടി സേവനം ചെയ്യുന്ന കുറേ മനുഷ്യരെ കാണാം. എന്താ സ്നേഹത്തിന്റെ വിഷയത്തിൽ ജാതിയും മതവും വർഗവും വർണ്ണവും ഒന്നും നോക്കിയല്ല സൂര്യൻ ഉദിക്കുന്നത്. സൂര്യൻ ഇങ്ങനെ മുകളിൽ ഉദിക്കുന്നതിന്റെ കാരണം എന്താ? ഒത്തിരി പേർക്ക് പ്രകാശം കിട്ടാനാണ്, ഒത്തിരി പേർക്ക് വെളിച്ചം കിട്ടാനാണ്. നിങ്ങൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം കിട്ടി, നിങ്ങൾക്ക് നല്ലൊരു തൊഴിലുണ്ടായി, നിങ്ങൾക്ക് ഒത്തിരി സമ്പത്തുണ്ടായി, അത് നിങ്ങൾക്ക് മാത്രം അഭിരമിക്കാനും നിങ്ങളുടെ കുടുംബത്തിനും സന്തോഷിക്കാനും വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ രക്തബന്ധുക്കൾക്കും മിത്രങ്ങൾക്കും സമുദായത്തിനും സമൂഹത്തിനും, സമൂഹത്തിലെ അർഹിക്കുന്നവർക്കും, പാവപ്പെട്ടവർന്ന് മാത്രം ഞാൻ പറയുന്നില്ല, ഒരുത്തനെ കുറിച്ചുള്ള അപവാദങ്ങൾ നിങ്ങൾ മറച്ചു വെക്കുന്ന കാര്യത്തിൽ രാത്രിയെ പോലെയാകണം. എന്നാൽ ഇന്നെങ്ങനെയാ? ഇപ്പൊ KMCC അല്ലെങ്കിൽ വേറൊരു സംഘടന അതിനേതെങ്കിലും ഒരു പദവിയോ പോസ്റ്റോ കിട്ടിയില്ലെങ്കിൽ
വായിൽ വരുന്ന കഥകൾ മുഴുവൻ ഉള്ളതുമില്ലാത്തതുമായത് നടന്ന് പറഞ്ഞ് അതിൻ്റെ ഭാരവാഹികളെ അപമാനിച്ച് ആ സംഘടനയും ഇകഴ്ത്തി കഴിഞ്ഞ് ശ്വാസം വിട്ട് നമ്മൾ വിശാലമായില്ല ചാരുകസേരയിൽ ഇരിക്കുന്ന ഒരു സുഖമുണ്ട്. 10 പേരെ കാച്ചേച്ച് വന്നിരിക്കുന്ന വെടിവെച്ചേച്ച് വരുന്ന പട്ടാളത്തിലെ എന്താ പറയുന്നത് വിമാനത്തിൻ്റെ ക്യാപ്റ്റനെ പോലെ നിങ്ങൾ മറയുടെ വിഷയത്തിൽ രാത്രിയെ പോലെയാവുക. മൂന്നാമത് പറഞ്ഞത് എന്താ? നിങ്ങൾ സഹനശക്തിയുടെ കാര്യത്തിൽ ഭൂമിയെ പോലെ ആവുക. ഭൂമി എന്തെല്ലാം സഹിക്കുന്നു. എത്ര വൃത്തികെട്ടവന്മാരെയാണ് ചുമക്കുന്നത് ഈ ഭൂമി. ഈ ഭൂമിയുടെ നെഞ്ചത്തുകൂടിയല്ലേ എല്ലാ വൃത്തികേടുകളും കാണിച്ചുകൊണ്ട് മനുഷ്യൻ കടന്നു പോകുന്നത്. എന്നിട്ട് അവരെയൊക്കെ ക്ഷമിക്കുന്നില്ലേ? അതുകൊണ്ട് ക്ഷമയുടെ കാര്യത്തിൽ നിങ്ങൾ ഭൂമിയെ പോലെയാകുക. സഹനത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഭൂമിയെ പോലെയാവുക. ക്ഷമയുടെ കാര്യത്തിൽ നിങ്ങൾ മയ്യത്തിനെ പോലെയാവുക. മയ്യത്തിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. തിരിച്ചു കിടത്തിയാൽ തിരിച്ചു കിടക്കും, മറിച്ച് കിടത്തിയാൽ മറിച്ച് കിടത്തും. ഒരു ശല്യവും ഇല്ല. നമുക്കെല്ലാവർക്കും യഥാർത്ഥത്തിൽ മരിച്ചവരെയാ പേടി. സത്യത്തിൽ മരിച്ചവരെ പേടിക്കേ വേണ്ട. ഒരു ദ്രോഹവും മരിച്ചവരാരും ചെയ്യത്തില്ല. ജീവിച്ചിരിക്കുന്ന നമ്മളാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കുന്നത്. നമ്മൾ ഖബർസ്ഥാൻ്റെ അടുത്ത് വീട് വെക്കത്തില്ല. വലിയ പേടിയാ മരിച്ചവരാരാണ്ട് രാത്രി വരുമെന്നും പറഞ്ഞ്. അതൊക്കെ ചുമ്മാതാ. മരിച്ചവർ വെറും പാവങ്ങളാ. മരിച്ചവരെ പോലെ പാവങ്ങൾ ഈ ഭൂമിയിൽ വേറെ ആരുമില്ല. ജീവിച്ചിരിക്കുന്നവരെ സമീപിക്കുമ്പോൾ സൂക്ഷിക്കണം. കാശ് തട്ടിക്കും, നമ്മളെ വൈക്കും, വഞ്ചിക്കും, പറ്റിക്കും, തേക്കും, കാപട്യം പറയും, എല്ലാം പറയും. അതുകൊണ്ട് ക്ഷമയുടെ കാര്യത്തിൽ നിങ്ങൾ മയ്യത്തിനെ പോലെ ആവുക. അഞ്ചാമത്തെ കാര്യം പറഞ്ഞ എന്താണെന്നറിയോ? നിങ്ങൾ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു നദിയെപ്പോലെ ആവുക. ഒരു നദി ഒഴുകി പോകുന്ന വഴികളിലുള്ള മനുഷ്യർക്കെല്ലാവർക്കും ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സേവനത്തിൻ്റെ കാര്യത്തിൽ ഒരു നദിയെപ്പോലെ ആവുക. KMCC ഒരു നദിയെപ്പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊഴുകി പോകുന്ന മേഖലകളിലെല്ലാം മനുഷ്യർക്ക് സന്തോഷവും കാരുണ്യവും അതുപോലെ തന്നെ ചെയ്യാൻ കഴിയുന്ന സഹായങ്ങളും ഒക്കെ ചെയ്തു പോകുന്നു. അതുകൊണ്ട് ഈ 5 കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. അതെ, ഓൾ ഇന്ത്യ KMCC ബാംഗ്ലൂരിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഞാനും പ്രിയപ്പെട്ട സുഹൃത്ത് ഖയാസുമായിട്ടാണ് ഇവിടെ നിന്ന് യാത്ര തിരിച്ചത്. അവിടെ എത്തിച്ചേരുമ്പോൾ ഒരു നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ വളരെ തിരക്കേറിയ വീതിയുടെ ഓരത്ത് ഏതാണ്ട് 4-5 നിലകളിലായി നിലകൊള്ളുന്ന ശിഹാബ് തങ്ങൾ സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു കേന്ദ്രത്തിലായിരുന്നു ഞങ്ങൾ ചെന്നത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ, നമ്മുടെ നാട്ടിലെയൊക്കെ ചില CH സെൻറ്ററുകളുടെ തന്ത്രപ്രധാനമായ ചില സ്ട്രാറ്റജിക് ലൊക്കേഷൻ പോലെ ഇതിൻ്റെ ഒരു പ്രസക്തി ബോധ്യപ്പെട്ടപ്പോഴാണ് ഈ സേവനങ്ങളുടെ ഒരു മഹത്വം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയത്. തൊട്ടടുത്ത് നിംഹാൻസ് ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു ഓങ്കോളജിയുടെ വലിയ ചികിത്സാ കേന്ദ്രമുണ്ട്. മറ്റു പല ആരോഗ്യ മേഖലയിലെ ഈ രാജ്യത്തെ എണ്ണപ്പെട്ട സ്ഥാപനങ്ങളും അതിന് ചുറ്റപ്പെട്ട നിലയിലാണ് കാണപ്പെടുന്നത്. ഏതാണ്ട് 4-5 ആംബുലൻസുകൾ അതിൻ്റെ മുന്നിൽ ഷിഹാബ് തങ്ങളുടെയും ഹൈദരലി തങ്ങളുടെയും ഒക്കെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ആംബുലൻസുകൾ അടക്കം നിരന്ന് കിടപ്പുണ്ട്. ആ 4-5 നിലയിലുള്ള ബിൽഡിങ്ങുകൾ, അതിലെ ഓരോ നിലകളും സന്ദർശിക്കുമ്പോൾ എത്രത്തോളം ഉപയോഗപ്രദമായ അല്ലെങ്കിൽ എത്രത്തോളം ഇടപെടലുകൾ നടത്തുന്ന രീതിയിലാണ് അതിനെ രൂപകൽപ്പന ചെയ്തതും അത് ഉപയോഗിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒന്നാണ്. വിവാഹങ്ങൾ നടത്തുന്ന ചെറിയ ഹാള് മുതൽ അവിടുത്തെ ഈ രോഗികൾ വരുന്നവർക്ക് ചെറിയ തുകയ്ക്കോ ചിലപ്പോൾ സൗജന്യമായോ ഭക്ഷണവും മറ്റ് സൗകര്യവും ഒക്കെ നൽകുന്ന റെസ്റ്റോറൻറ്റ്, പിന്നെ കൂടാതെ കിടക്കാൻ ചെറിയ തുകയ്ക്ക് റൂമുകൾ, ഇനി തുകയില്ലെങ്കിൽ പോലും താമസിക്കാൻ സൗകര്യങ്ങൾ നൽകുന്ന ചെറിയ ചെറിയ വൃത്തിയുള്ള നല്ല മുറികൾ, പിന്നെ ഇതെല്ലാം കൂടാതെ മയ്യത്തുകൾ പരിപാലിക്കുന്നതിനും മയ്യത്ത് സംസ്കരണം നടത്തുന്നതിനും വളരെ നല്ല സംവിധാനത്തോടെയുള്ള അതിൻ്റെ സൗകര്യങ്ങൾ, ഇതെല്ലാം അടക്കം ഈ വലിയ സമുച്ചയം അതിൻ്റെ ഹൃദയമധ്യത്തിൽ, നഗരഹൃദയമധ്യത്തിൽ സ്ഥാപിച്ചപ്പോൾ അതിൻ്റെ പ്രസക്തിയോടൊപ്പം ഏതെങ്കിലും വലിയ വലിയ അറിയപ്പെടുന്ന ബ്രാൻഡ് മേക്കിംഗ് ആളുകളുടെ പരശതം കോടികളില്ലാതെ സാധാരണക്കാരായ അതിൻ്റെ വിവിധ യൂണിറ്റുകളിൽ ആത്മാർത്ഥമായി പണിയെടുക്കുന്ന 5000-ഓളം വരുന്ന അംഗങ്ങളും ഏതാണ്ട് 10,000-1200-ഓളം വരുന്ന വോളണ്ടിയേഴ്സും ചേർന്നടങ്ങുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ നാണയത്തുട്ടുകൾ മുതൽ ചെറിയ തുകകളുടെ ഒരു സമാഹരണമാണ് അതെന്നുള്ളതുകൂടി അതിൻ്റെ ഒരു പ്രത്യേകതയായി എനിക്ക് തോന്നി. അതിൻ്റെ നാൾവഴികളെക്കുറിച്ച് ഇതിന് നേതൃത്വം നൽകുന്ന ചിലർക്കൊക്കെ ചിലത് പറയാനുണ്ട്. ബാംഗ്ലൂർ KMCC 2006 മുതലാണ് ഞങ്ങളിവിടെ ഈ സർവീസ് തുടങ്ങിയത്, ഹ്യൂമാനിറ്റി ബേസിൽ.
അതിങ്ങനെ 5-6 വർഷം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഒരുപാട് മെഡിക്കൽ കേസുമായിട്ട് ഇവിടെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് സ്റ്റേ ചെയ്യാനും പിന്നെ അങ്ങനെ പല കേസുകൾ വരും. പുറത്തറിയാൻ പറ്റാതെ മറിഞ്ഞുകൊണ്ടിരുന്നൊക്കെ കേസുകൾ വരും. അവർക്ക് പ്രൈവസി ഇല്ലയെന്ന് മനസ്സിലാക്കിയപ്പോൾ നമുക്കിവിടെ അതിൻ്റെ സജ്ജീകരണം ചെയ്യണം എന്ന് തോന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു ഇതിനെക്കുറിച്ച് ആലോചിച്ചത്. അങ്ങനെ അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ നമ്മളൊരു പ്രത്യേക സൊസൈറ്റി രൂപീകരിച്ചിട്ട് ആണ് നമ്മൾ ചെയ്തത്. അതിൻ്റെ ബേസിലാണ് ശിഹാബ് തങ്ങൾ സെൻ്റർ ഫോർ ഹ്യൂമാനിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ബ്ലഡ് ഡൊണേഷൻസ്, പിന്നെ ഈ കാല് വെച്ച് കൊടുക്കുക എന്നുള്ള പരിപാടി, ഈ കാലൊക്കെ മുറിച്ചവർക്ക് കാല് വെച്ച് കൊടുക്കുക, പിന്നെ എഡ്യൂക്കേഷണൽ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഹ്യൂമാനിറ്റിയായി വന്നു. പിന്നെ ഒരുപാട് കേസുകൾ ഇവിടുത്തെ ആക്സിഡൻറ്റ് കേസുകൾ ഫേസ് ചെയ്യുക, പിന്നെ അവർക്ക് വേണ്ട എന്താ പറയുക എമർജൻസി പിന്നെ ഇൻവോൾവ് നടത്തുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചർ പ്ലാൻ ഞങ്ങൾ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഇറങ്ങണമെന്നുണ്ട്. പക്ഷേ അതിന് ഡെഡിക്കേറ്റഡായിട്ട് ഫുൾ ടൈം വർക്ക് ചെയ്യാനുള്ള മാൻ പവർ ഇല്ലാത്തതാണ് ഞങ്ങൾക്കതിൽ കുറച്ച് ബാക്കോട്ട് പോകുന്നത്. കാരണം നമ്മളൊക്കെ ഇവിടെ ഓരോ വ്യക്തികളും ഇവിടെ സ്വന്തം ബിസിനസ്സുമായിട്ട് കഴിയുന്നവരാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പാർട്ട് ടൈമാണ് നമ്മളിതൊക്കെ ഇങ്ങനെ ചാറ്റി വർക്ക് നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോളേജും എഡ്യൂക്കേഷൻ ഫീൽഡിൽ വരും നമ്മൾ ഫുൾ ടൈം അതിനെന്ത് ചെയ്യേണ്ടി വരും, സമയം കണ്ടെത്തേണ്ടി വരും. അപ്പോൾ ആ ഒരു മാൻ പവറിലാണ് നമ്മൾ മടിഞ്ഞിരിക്കുന്നത്. കാരണം ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് വിദ്യാഭ്യാസം ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാർക്കുണ്ട്, പ്രത്യേകിച്ച് വില്ലേജുകൾ ബേസ്ഡ്. അപ്പോൾ അവരൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്താൽ ആ ഒരു കുടുംബം രക്ഷപ്പെടുകയുള്ളൂ. പൂർണ്ണമായും സമർപ്പിത മനസ്സോടെ ഇതിനോടൊപ്പം മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന ഒരു ജനറൽ സെക്രട്ടറിയുടെ നൗഷാദ് എന്ന മനുഷ്യൻ്റെ സേവനവും ഈ കേന്ദ്രത്തിൻ്റെ നടത്തിപ്പിൽ എടുത്തു പറയേണ്ടതാണ്. ഇവിടെ ശിഹാബ് തങ്ങൾ സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റി എന്ന ആശയവുമായി ഞങ്ങൾ പാണക്കാട് ഹൈദരലി തങ്ങളുടെ പോയപ്പോൾ ഞങ്ങൾക്ക് പൂർണ്ണ പിന്തുണ കിട്ടുകയും കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഇടയ്ക്കൊക്കെ അയക്കുകയും അദ്ദേഹവും അതിന് വേണ്ടുന്ന സമ്മതം തരികയും അതിനുശേഷം ഇങ്ങനെയുള്ളൊരു പ്രൊജക്റ്റ് ശിഹാബ് തങ്ങൾ സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റി എന്നൊരു സമുച്ചയവും ഇവിടെ ഞങ്ങൾ നിർമ്മിക്കുകയുണ്ടായി. അപ്പം നിർമ്മിക്കുന്നവരെ ഞങ്ങളുടെ ഉദ്ദേശം നിംഹാൻസ് ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്ക് അവർക്ക് താമസിക്കാനുള്ളൊരു സൗകര്യം, നിസ്കരിക്കാനുള്ളൊരു സംവിധാനം, അതുപോലെ നല്ലൊരു ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യം, ഈ ഒരു ഉദ്ദേശത്തോടെയായിരുന്നു ഞങ്ങൾ ആ ഒരു പ്രൊജക്റ്റിലേക്ക് കടന്നത്. അത് കടന്നതിന് ശേഷം പിന്നെ അടുത്തതാണ് ഞങ്ങൾ മുന്നിലേക്ക് വരുന്നത് പാലിയേറ്റീവ് ഹോം കെയർ. ഈ പാലിയേറ്റീവ് ഹോം കെയർ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിരുന്നില്ല. ഈ പാലിയേറ്റീവ് ഹോം കെയർ എന്ന സംവിധാനം ഡോക്ടർ വേണം, നഴ്സിംഗ് സ്റ്റാഫ് വേണം, മെഡിസിനാണ്. ഈ രോഗികളെടുക്കെ പോയി ഓരോ ട്രീറ്റ്മെൻറ്റിന് കാര്യങ്ങൾ എന്തെങ്കിലും അപാകത വന്നാൽ അത് കേസാവും, പ്രശ്നങ്ങളാവും. അപ്പം അത്രയും കഴിവുള്ള ഡോക്ടറും സ്റ്റാഫും ഒക്കെ വേണ്ടുന്ന ഒരു സംവിധാനമാണ്. ഇത് എത്രത്തോളം വിജയിക്കുന്നില്ല ഞങ്ങൾക്കത്ര ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷേ പഠിച്ച റബ്ബിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ആ ഒരു സംവിധാനത്തിലേക്ക് ഡോക്ടർ അമീർ അലിയുടെ നേതൃത്വത്തിൽ രംഗത്ത് സമൂഹവിവാഹത്തിൽ പങ്കെടുത്തപ്പോൾ അതിൽ വല്ലാത്ത വിഷമം തോന്നി. കാരണം ഒരു 50,000 അല്ല 1,00,000 രൂപയോ ഒരു കുടുംബത്തിന് ഒന്നിച്ച് ചിലവാക്കാൻ കഴിയില്ലാത്തത് കൊണ്ടാണ് ഈ സമൂഹവിവാഹത്തിലേക്ക് അവർ വന്നിരിക്കുന്നത് എന്നറിയാം. അപ്പോൾ അവർ വന്നാൽ ഒന്നിക്കൽ എൻ്റെ പെങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കൾ, ആ ഒരു നിലയിൽ ഞങ്ങളവരെ പരിഗണിക്കേണ്ടത് എൻ്റെ ഗൗരവം അന്ന് ഇവരുടെ കല്യാണത്തിൽ അത് കണ്ടില്ല. അതിൻ്റെ ഒരു വിഷമമല്ലാതെ ഞങ്ങൾക്കൊക്കെ എഫക്റ്റ് ചെയ്തു. കമ്മിറ്റിയിൽ ചർച്ച ചെയ്തു. അങ്ങനെ ഈ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടൊരു സമൂഹവിവാഹം നടത്താൻ ഉദ്ദേശിച്ചു. അന്ന് 59 ജോഡി കല്യാണം ഞങ്ങൾ നടത്തി. അതിനുശേഷം അത് കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നില്ല. പക്ഷേ പിന്നീട് ആ കല്യാണം നടന്നത് കണ്ട് ഇവിടുത്തെ ലോക്കൽസിലെ മുസ്ലിം സഹോദരന്മാരുടെ കുടുംബങ്ങൾ ഞങ്ങളെ സമീപിക്കുകയും ഞങ്ങൾക്ക് നിങ്ങളുടെ അണ്ടറിൽ വളരെ സന്തോഷമുണ്ട്, ഇങ്ങനെ കല്യാണം കഴിപ്പിച്ച് തരികയാണെങ്കിൽ എന്ന് പറഞ്ഞ് അപേക്ഷകൾ വരാൻ തുടങ്ങി. അങ്ങനെ എല്ലാ വർഷവും ഞങ്ങളാലാവുന്ന തരത്തിൽ ഞങ്ങൾ മാക്സിമം സമൂഹവിവാഹങ്ങൾ നടത്തുന്നു. ഇന്ന് 522 ജോഡി ഇവിടുന്ന് ഞങ്ങൾ അണ്ടറിൽ നടത്തി. ടോട്ടൽ 522 ജോഡി നടത്തി. ഇൻഷാ അല്ലാഹ് അടുത്ത ഓഗസ്റ്റിൽ ഇനിയും ഒരു 100 കല്യാണം നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ദുആ ചെയ്യാം. ബാംഗ്ലൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് മനുഷ്യർക്കാകെയും ആശ്രയിക്കാൻ കഴിയുന്ന ഒട്ടേറെ സേവനങ്ങളോടെയാണ് അവർ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. 600-ലധികം മനുഷ്യർക്ക് ജീവിതമൊരുക്കിയ സമൂഹ വിവാഹം, പിന്നെ തുടർച്ചയായി അപകടത്തിൽപ്പെടുന്നവർക്കും ആശുപത്രിയിലും മറ്റുള്ള എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വന്നാൽ ഓടിയെത്താൻ വിളിച്ചാൽ ബാംഗ്ലൂർ നഗരത്തിൻ്റെ ഏത് ഭാഗത്തും സദാ സന്നദ്ധരായി നിൽക്കുന്ന കുറേ ചെറുപ്പക്കാരും. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം കൂടിയിട്ട്, ഈ അടുത്ത സമയങ്ങളിലായി എവിടെ സാമൂഹിക കൂട്ടായ്മകളിൽ പങ്കെടുത്താലും അവിടെയെല്ലാം നമ്മൾ കാണുന്നത്
വാർദ്ധക്യം നിറഞ്ഞ കൂട്ടങ്ങളാണെങ്കിൽ വളരെ സേവന സന്നദ്ധരായ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരുടെ ഒരു കൂട്ടം അവിടെ എനിക്ക് കാണാനായി. അതെ, KMCC പൊതുവെയും ബാംഗ്ലൂർ KMCC പ്രത്യേകിച്ചും നിറഞ്ഞ യൗവനത്തിലാണ് നിറകൊള്ളുന്നത്, സമർപ്പിത മനസ്സിലാണ്. അത് കൂടുതൽ ഭംഗിയോടെ മുന്നോട്ട് പോകാൻ അവരാഗ്രഹിക്കുന്നത് പോലെ സമൂഹത്തിൻ്റെ പ്രയാസപ്പെടുന്നവരെ സ്പന്ദനങ്ങളായി അത് തിരിച്ചറിഞ്ഞ് പേരിനും പ്രശസ്തിക്കുമല്ലാതെ ഈ കൂട്ടായ്മയും അതിൻ്റെ കർമ്മങ്ങളും സ്വീകരിക്കപ്പെടുന്ന വലിയ നന്മകളായി അതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ സമർപ്പിതമായ സേവനമാണ് അവിടെ കണ്ടത്. നന്ദി എല്ലാവർക്കും. തുടരുക നന്മകളിൽ. ഒപ്പമുണ്ട് ഞാനും പ്രാർത്ഥനയും പിന്തുണയുമായി.